പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീതി വിതച്ച കടുവ കെണിയിൽ. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ ഈ കടുവ പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കുമ്പളത്താമണ്ണിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ വീണത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വളരെ ഭീതിയിലായിരുന്നു. പകൽ സമയങ്ങളിൽ പോലും നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും കടുവ ഇറങ്ങി ഒരു ആടിനെ പിടികൂടിയിരുന്നു. എന്തായാലും പകുതി ഭക്ഷിച്ച ആടിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരികെ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്നാണ് ഈ ആട് രാവിലെ 7:30 കൂടിയാണ് കടുവ ഈ കെണിയിൽ വീണതായി വനപാലകർ കണ്ടെത്തുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളെല്ലാം ഈ ആശങ്ക ഈ കടുവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭീതിയിൽ തന്നെ കഴിഞ്ഞിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കടുവ കെണിയിൽ അകപ്പെട്ടതോടുകൂടി തന്നെ വലിയ ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. വന്യജീവി ആക്രമണം ഈ പ്രദേശത്ത് പതിവായിട്ടുണ്ടാകാറുണ്ട്. ആനയും പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും കടുവ ഈ അപകടകാരിയായ കടുവയെ എന്തായാലും ഈ കെണിയിൽ ഇന്ന് വനപാലകർ കെണിയിൽപ്പെടുത്തിയോടുകൂടി തന്നെ എന്തായാലും പ്രദേശവാസികൾക്ക് വളരെ ആശ്വാസമായിട്ടുണ്ട്. 8 വയസ്സുള്ള കടുവയാണ് ഈ കെണിയിൽ വീണത്. എന്തായാലും ആ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം വനപാലകർ അവിടെ നിന്നും കടുവയെ ഗവിയിലേക്ക് വനത്തിലാണ് കൊണ്ടുപോയെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ പ്രദേശവാസികൾ വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 3-4 മാസമായി ഈ പ്രദേശത്തെ വീടുകളിലെ വളർത്തുമൃഗങ്ങളെ സ്ഥിരം ആക്രമിക്കുകയായിരുന്നു ഈ കടുവയുടെ പതിവ്. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും കടുവയുടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആരോഗ്യസ്ഥിതിയെല്ലാം പരിശോധന ശേഷമാണ് അതിനെ കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചത്. രാവിലെ തന്നെ വനപാലകർ വന്നതിന് ശേഷമാണ് കടുവയെ അവിടെ നിന്നും പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷമാണ് പ്രത്യേക വാഹനത്തിൽ കടുവയെ അവിടെ നിന്നും കൊണ്ടുപോയത്. എന്തായാലും പ്രദേശവാസികൾക്ക് കടുവയെ പിടികൂടിയതോടുകൂടി തന്നെ വലിയ ഒരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്.